ആലപ്പുഴ കരുവാറ്റയിലെ കൗമാര കൊട്ടേഷന്റെ നടുക്കത്തിലാണ് കേരളം. കൊലപാതകത്തിന്റെ ചുരുളഴിയുമ്പോൾ പുറത്തുവരുന്നത് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ക്രൂര കൊലപാതകം നടത്തിയത്. ശിവൻകുട്ടിയെ കൊല്ലാൻ 13 വയസ്സുകാരി മുൻപും പദ്ധതിയിട്ടു. 2017 പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന തമിഴ് ചിത്രത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ആദ്യ ശ്രമം. തലയിൽ വലിയ കല്ലിട്ട് കൊലപ്പെടുത്താനുള്ള ആ നീക്കം പാളിയതോടെ വിഷം നൽകി കൊല്ലാനും വാഹനം ഇടിപ്പിച്ചു കൊല്ലാനും പദ്ധതിയിട്ടു. ആൺ സുഹൃത്തും പെൺകുട്ടിയും കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെ ചാറ്റുകൾ പോലീസിന് ലഭിച്ചു. പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തിൽ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യാതിരുന്നത് പെൺകുട്ടിക്കും സംഘത്തിനും കുരുക്കായി മാറുകയായിരുന്നു. മനീഷ് മഹിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, ഈ കൗമാര കേരളത്തിന് ഇത് എന്തു പറ്റിയെന്ന് പണ്ടൊക്കെ പ്രസംഗ മത്സരങ്ങളിൽ നമ്മൾ വേദിയിൽ സ്ഥിരം കേട്ടിരുന്ന ഒരു ഡയലോഗാണ്. കാലവ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു ഞെട്ടലുണ്ട് കേരളത്തിന്. ഒരു 13 വയസ്സുകാരിക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഇത്തരമൊരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടത്താൻ കഴിഞ്ഞത് എങ്ങനെ, അതിനവർ ഉപയോഗിച്ച വഴികൾ എന്തൊക്കെ എന്നുള്ളതിന്റെ പുറത്തുവരുന്ന വിവരങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയണം. പക്ഷേ അതിലേക്ക് ഈ കൗമാരക്കാരെ നയിച്ചത് എന്താണ് എന്നുള്ള കാരണങ്ങളുണ്ടല്ലോ, അതും വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഈ പെൺകുട്ടി നൽകിയ മൊഴിയിൽ അവർ പറയുന്നുണ്ട്, താൻ ഇതുവരെ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടില്ല, അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിച്ചിട്ടില്ല, മറ്റുള്ള സുഹൃത്തുക്കളുടെയും ജീവിതം ഇത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്താണ് ഇവരുടെ ജീവിത പശ്ചാത്തലം സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകുന്നത്? ഇവരുടെ കൊലപാതക രീതി എങ്ങനെയായിരുന്നു? ഈ കേസിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? റോഷ്നി, ഈ പെൺകുട്ടിയുടെ ഒരു ഭാഗം ഇങ്ങനെയാണ്. അത് പെൺകുട്ടിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്വന്തം അച്ഛനെ നഷ്ടമാകുന്നത്. അതായത് സ്വന്തം അച്ഛൻ അമ്മയുമായി വേർപിരിഞ്ഞ് താമസിക്കുന്നു, അച്ഛൻ ഉപേക്ഷിച്ചു പോവുകയാണ്. പിന്നീട് രണ്ടാം അച്ഛൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നെങ്കിൽ കൂടി അച്ഛനും അമ്മയും വിദേശത്തേക്ക് പോവുകയാണ്. കുട്ടിക്ക് അച്ഛന്റെ അമ്മയുടെയും നേരിട്ടുള്ള സാന്നിധ്യമോ സ്നേഹമോ അവരുടെ കരുതലോ ഇല്ല. പകരം അമ്മയുടെ, അതായത് അടുത്ത ബന്ധുവായിട്ടുള്ള, അമ്മയുടെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ടുള്ള വയോധികന്റെയും ഈ പറയുന്ന വയോധികന്റെ ഭാര്യയുടെയും മാത്രം സ്നേഹമാണുള്ളത്. കൊടിയ ദാരിദ്ര്യം ഈ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് കുട്ടി പോലീസിന് നൽകിയ മൊഴി. അതായത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മറ്റു കുട്ടികൾക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളൊന്നും തനിക്കില്ല. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ഒരു മൊബൈൽ ഫോൺ തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് പണം നൽകിയിരുന്നില്ല. കാരണം അവരുടെ കുടുംബ പശ്ചാത്തലം അത്രത്തോളം ദാരിദ്ര്യമായിരുന്നു. കാരണം അച്ഛൻ, ഈ കൊല്ലപ്പെട്ട ആൾ ജോലിക്കൊന്നും പോയിരുന്ന ആളല്ല. കാരണം ശാരീരിക അവശത മൂലം അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. ഒപ്പം തന്നെ അയാളുടെ ഭാര്യ ജോലിക്ക് പോകുന്ന ആളായിരുന്നു. താരതമ്യേന സാധാരണക്കാരേക്കാൾ താഴെ ജീവിച്ചിരുന്ന ജീവിതനിലവാരത്തിൽ താമസിച്ച കുടുംബമാണ്. അതുകൊണ്ട് തന്നെ കൊടിയ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു. അച്ഛനും അമ്മയുടെ നേരിട്ട് സാമീപ്യമില്ല. കൂട്ടുകാരായി ഉണ്ടായിരുന്നത് പ്രായത്തിലേക്കാൾ മൂത്ത, അതായത് 7-8 വയസ്സ് മൂത്ത ആൺ സുഹൃത്തുക്കളാണ് കൂടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 1 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൊല്ലത്തായിരുന്നു താമസം. ആ സമയത്ത് കൊല്ലത്തെ വലിയ കൊട്ടേഷൻ ഗുണ്ട സംഘത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത, അവരുമായി കണക്ഷനുള്ള പ്രായപൂർത്തിയാകാത്ത ചെറുപ്പക്കാരുമായി സൗഹൃദം ഉണ്ടായി. ആ സൗഹൃദം പക്ഷേ മോശം നിലയിലേക്ക് മാറുകയായിരുന്നു. രാത്രികാലങ്ങളിലടക്കം ലഹരി വിൽപ്പന അല്ലെങ്കിൽ അത്തരം ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചെറുപ്പക്കാരുമായുള്ള സൗഹൃദം ആ രീതിയിലേക്ക് മാറി. ലഹരി ഉപയോഗം പെൺകുട്ടിക്ക് ഉണ്ടെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചു. രാസലഹരിയുടെ ഉപയോഗം ഇതുവരെ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പെൺകുട്ടി കഞ്ചാവും ഈ പറയുന്ന മദ്യവും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷെ അതുകൂടി തെളിയേണ്ടതുണ്ട്. പക്ഷേ ചെറുപ്പക്കാർ 3 പേർ അവിടെ എത്തിയത്, ഈ പ്രായപൂർത്തിയാകാത്ത 3 പേരും അവിടെ എത്തിയത് രാസലഹരി MDMA ഉപയോഗിച്ചിട്ടാണ് എന്ന് അവരുടെ ചാറ്റ് വിവരങ്ങളിൽ നിന്ന് പോലീസിന് തെളിവായി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മോശം സാഹചര്യത്തിൽ വളർന്ന പെൺകുട്ടിക്ക് ഉണ്ടായ അനന്തര സാധാരണമായ ഒരു അനുഭവം കൂടിയാണ് ഈ സംഭവം, ഈ കരുവാറ്റയിലെ സംഭവം. പക്ഷെ പെൺകുട്ടിക്ക് കാരണമായി പറയാനുള്ളത് ഈ മോഷണം മാത്രമല്ല. അതായത് 6.5 പവന്റെ സ്വർണം മോഷ്ടിക്കുക മാത്രമല്ല, ഏറ്റവും അടുത്ത ബന്ധുവിൽ നിന്ന് അനുഭവപ്പെട്ട മോശമായ തിക്ത അനുഭവമാണ്. ശാരീരികമായും ലൈംഗികപരമായും ഉണ്ടായ ബാഡ് ടച്ച് ഉണ്ടായി എന്ന് പറയുന്നത്. പക്ഷേ പോലീസ് ഇത് പൂർണ്ണമായി വിശ്വസിക്കാത്തതിന് പല കാരണങ്ങൾ, മറ്റു ചില കാരണങ്ങളുണ്ട്. കാരണം പെൺകുട്ടിയുടെ മൊഴിയും പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിന്റെ മൊഴിയും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട് ഈ ആരോപണങ്ങളിൽ എന്നാണ് പോലീസിന്റെ വാദം. പക്ഷേ ഈ വാദമൊക്കെ തന്നെ കോടതിയിലാണ് നാളെ തെളിയിക്കപ്പെടേണ്ടത്. കോടതിയാണ് അതിൽ ശരിവെക്കേണ്ടതും. അതിന്റെ വ്യക്തമായ തെളിവുകളും സാക്ഷികളും മൊഴികളും അതിന്റെ കൃത്യമായ സാഹചര്യ തെളിവുകളും ഒക്കെ വേണ്ടത് കോടതിയാണ് ശരിവെക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പറയുന്നത് അത് പൂർണ്ണ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഇനിയിപ്പോൾ അത് മാറ്റിവെക്കുകയാണെങ്കിൽ കൂടി
ഈ കുട്ടിക്ക് വയോധികനുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എതിർപ്പ് നിരവധിയാണ്. വൈകുന്നേരങ്ങളടക്കം നേരത്തെ വീട്ടിലെത്താത്തതിന് ഉണ്ടായ ശകാരങ്ങൾ, ഒപ്പം തന്നെ ആൺസുഹൃത്തുക്കൾ വീട്ടിൽ വൈകുന്നേരം വരുന്നതിന് ഉണ്ടായ ശകാരങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപേ തന്നെ അനുഭവിച്ച കൊടിയ ദാരിദ്ര്യത്തിൽ പക്ഷേ ചിലവിന് പൈസ തരുന്നില്ല, പക്ഷേ വലിയ ഉപദേശങ്ങൾ വീട്ടിൽ ലഭിക്കുന്നു, വലിയ ശകാരങ്ങൾ വീട്ടിൽ ലഭിക്കുന്നു, അമ്മയുടെ അച്ഛൻ്റെയും സാന്നിധ്യമില്ല. ഇതൊക്കെ തന്നെ പകയ്ക്ക് കാരണമായി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിലേറെ ഉപരി ലഹരി ഒരു വലിയ ഘടകമായി മാറിയെന്നതാണ്. കാരണം ഈ ചെറുപ്പക്കാരെ അടക്കം ഈ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ചത്, അടുപ്പിച്ചത്, ആകർഷിപ്പിച്ചത് ഈ സ്വർണം എത്തിക്കുക, സ്വർണം കൊണ്ടുപോയി വിൽക്കുക എന്നതാണ്. അതിന് ലഹരി ഇടപാടുകൾക്കടക്കം പണം വേണം. ആഡംബര ജീവിതത്തിന്, അതായത് ആഡംബര ബൈക്ക് വാങ്ങാനും ഐഫോൺ വാങ്ങാനും ഒക്കെ തന്നെ പണം വേണമെന്ന ഈ പെൺകുട്ടിയുടെ ഈ വാഗ്ദാനമാണ്. ആദ്യം ആൺ സുഹൃത്ത് കൊലപാതകത്തിന് സമ്മതിച്ചിരുന്നില്ല. അതായത് നേരിട്ട് വീട്ടിലെത്തി കൊല ചെയ്യുക, അത് പകരം മറ്റൊരു കൊട്ടേഷൻ കൊടുക്കുക, അതൊരു വെഹിക്കിൾ കൊട്ടേഷൻ, അത് വാഹനം കൊണ്ട് ഇടിപ്പിച്ച് കൊലപ്പെടുത്തുന്ന പല കൊട്ടേഷൻ സംഘങ്ങളുമായി, കൊല്ലത്തെ സംഘങ്ങളുമായി ആദ്യം ഈ കേസിലെ 16കാരെ ആദ്യം സംസാരിച്ചു എന്ന് പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് വിഷം കൊടുത്ത് കൊലപ്പെടുത്താമെന്നും ആദ്യം തീരുമാനിച്ചിരുന്നു. പക്ഷെ ഇതെല്ലാം വിട്ട ശേഷം നേരിട്ട് വീട്ടിലെത്തി ഈ രീതിയിൽ മുകളിൽ നിന്നും കല്ലെറിഞ്ഞ് കൊലപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പെൺകുട്ടിയുടെ ആസൂത്രണമാണ്. പക്ഷെ ആ ആസൂത്രണം പാളുന്നത് താഴെ മച്ചിനും ബലമുള്ള ഒരു മച്ചുണ്ടായതാണ്. ആ മച്ച് പൊളിച്ചു കയറാൻ ഈ ആൺകുട്ടികൾക്ക് കഴിഞ്ഞില്ല എന്നാണ്. പക്ഷെ അവർ പിന്നീട് ശുചിമുറിയുടെ ചെറിയ ഹോള് വഴി അകത്തേക്ക് കയറി വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. കട്ടിൽ തന്നെ ബെഡ്ഷീറ്റ് കൊണ്ട് കൈയും കാലും കെട്ടിയിട്ട ശേഷം വായിൽ തുണി തിരികെ കെട്ടിയ ശേഷം ക്രൂരമായി മർദ്ദിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. തലയ്ക്ക് മാരകമായി കനമുള്ള വസ്തു കൊണ്ട് അടിക്കുന്നു. പിന്നീട് മുളകുപൊടി സ്ഥലത്ത് വിതറുന്നു. കയ്യിൽ ഗ്ലൗസ് ധരിക്കുന്നു. പ്രൊഫഷണൽ സംഘങ്ങൾ ചെയ്യുന്ന അതേ മാതൃകകൾ ചെയ്യുന്നു. ഈ കൃത്യങ്ങളിലെല്ലാം ആസൂത്രക 13കാരിയാണെന്ന് പറയുന്നു. ഇങ്ങനെ ഇത്രയും വലിയ വൈര്യം, അതായത് വീഡിയോ കോളിലടക്കം ഈ വയോധികനെ കൊലപ്പെടുത്തുന്നത് കാണേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത്രയും വലിയ വൈര്യം ഇയാളോട്, ഏറ്റവും അടുത്ത ബന്ധുവിനോട് തോന്നാനുള്ള കാരണം വെറും ഈ മോഷണം മാത്രമാണോ? ഈ ബാഡ് ടച്ച് അടക്കമുള്ള കാര്യങ്ങളിലെ വസ്തുത എന്താണ്? പോലീസ് പറയുന്നത് അത് പൂർണ്ണ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എങ്കിൽ കോടതിയിൽ പെൺകുട്ടിക്ക് എന്തൊക്കെ തെളിവുകൾ നിരത്താൻ കഴിയും എന്നൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പെൺകുട്ടിക്ക് 13 വയസ്സ് മാത്രമാണ് പ്രായം. മറ്റു 3 പേർക്കും 16ഉം 17ഉം മറ്റൊരാൾക്ക് 16, അങ്ങനെ 2 പേർക്ക് 16, ഒരാൾക്ക് 17 വയസ്സ് മാത്രമാണ് പ്രായം. ഈ കേസിൽ പക്ഷേ നാളെ ജുവനൈൽ കോടതിയിൽ ഈ കുട്ടികളെ ഹാജരാക്കുമ്പോൾ പോലീസ് സംഘം ആവശ്യപ്പെടുക, മുതിർന്നവർ ചിന്തിക്കുന്നത് പോലെ, മുതിർന്നവർ ആസൂത്രണം ചെയ്ത പോലെ ഗൂഢാലോചന നടത്തിയത് കൊണ്ട് തന്നെ ഇവർക്ക് ജുവനൈൽ നിയമപ്രകാരമുള്ള ഇളവുകൾ ഇവർക്ക് നൽകാൻ പാടില്ല, മുതിർന്നവരെ പരിഗണിക്കുന്ന പോലെ തന്നെ ഇവരെ പരിഗണിക്കണമെന്ന വാദം നാളെ കോടതിയിൽ പോലീസ് ആവശ്യപ്പെടും. റോഷ്നി, ശരി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് മനീഷ് കൈമാറിയത്. കാരണം ഈ ഒരു കൊലപാതകത്തിലേക്ക് അത് ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി പണത്തിന്റെ ആവശ്യം കണ്ടുകൊണ്ട് മാത്രം നടത്തിയ ഒരു കൊലപാതകമാണോ, അതല്ല ഈ പെൺകുട്ടി നൽകിയിട്ടുള്ള മൊഴികളിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ ഒരു ലൈംഗികാതിക്രമം, ഒരു ബാഡ് ടച്ച്, അതിനോടുള്ള ഒരു വൈരാഗ്യമാണോ എന്നുള്ളതൊക്കെ അറിയണം. ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതിനൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടണം ഈ കുട്ടികളുടെ കുടുംബ പശ്ചാത്തലവും അവരനുഭവിച്ചിട്ടുള്ള അരക്ഷിതാവസ്ഥയും.